ഹലോ, ഇന്നൊരു തട്ടിക്കൂട്ടൽ ബ്രൈഡൽ മേക്ക് ഓവറാണ് നിങ്ങൾ കാണാൻ പോണത്. അതിനുവേണ്ടി എൻ്റെ കല്യാണ സാരി ഞാൻ അയൺ ചെയ്തുകൊണ്ട് നിൽക്കുക. 14 കൊല്ലം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അയൺ ചെയ്യണമായിരുന്നു. ഇന്നിപ്പോൾ ഒരുങ്ങാൻ പോണത് വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിയാണ്. അവൾക്ക് വലിയൊരാഗ്രഹം ഞാൻ തന്നെ ഇപ്പോൾ മേക്കപ്പ് ചെയ്തിട്ട് അവൾക്കൊന്ന് ബ്രൈഡ് ആവണം എന്ന്. അവളുടെ കല്യാണ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സാരി കംപ്ലീറ്റ് അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി അവളുടെ സാരി അളവൊന്ന് എടുത്തിട്ട് ജസ്റ്റ് അതും കൂടെ ഒന്ന് അയൺ ചെയ്യട്ടെ കേട്ടോ. അവൾക്ക് എൻ്റെ കല്യാണ സാരി തന്നെ ഉടുത്ത് ബ്രൈഡ് ആവണം എന്നാണ് പറയണത്. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സാരി. അതുകൊണ്ട് അപ്പോൾ ആ ഒരു സാരിയിൽ തന്നെ നമ്മൾ ബ്രൈഡ് ആക്കാമെന്ന് വിചാരിച്ചു. ഉള്ള ഓർണമെൻറ്റ്സും ഉള്ള തട്ടവും ഒക്കെ വെച്ചിട്ട് ഒരു മുസ്ലിം ബ്രൈഡ് ആക്കിയെടുത്തു ഞാൻ. പക്ക പെർഫെക്ഷനായിട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു ആവറേജ് ലെവലിലേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനും പറ്റില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരിതിലിങ്ങനെ ചെയ്തു എന്നല്ലാതെ പക്ക പെർഫെക്ഷൻ ആയിട്ടില്ല. പിന്നെ അവൾക്കിതാ ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ത്രെഡൊക്കെ ചെയ്തു. അങ്ങനെ ലെൻസ് വയ്ക്കണം എന്നാഗ്രഹം അവൾക്ക്. പക്ക ഇപ്പോൾ ന്യൂ ജനറേഷൻ മോഡലിൽ തന്നെ ചെയ്യണം എന്നാണ്. അപ്പോൾ ലെൻസ് വയ്ക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാൽ വെച്ച് തരാമെന്ന് തന്നെ ഞാനും വിചാരിച്ചു. അങ്ങനെ ലെൻസ് വെച്ചു. പക്ഷെ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരെ ഒരു 1.5 മണിക്കൂർ വരെ ഉണ്ടായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങനെ സെറ്റായി കേട്ടോ. വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ മുടിയാണെങ്കിൽ ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഓയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്രിമ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പക്ക പെർഫെക്റ്റായിട്ട് അവളുടെ ഹെയറിലും ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് അവളുടെ ഒരു ആഗ്രഹത്തിന് ഒന്ന് ബ്രൈഡാക്കി കൊടുത്തു. 2 കുട്ടികളുടെ അമ്മയും കൂടിയാണ് കേട്ടോ. സന്തൂർ മമ്മി കണ്ടാൽ പറയില്ല. അപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് കൊണ്ട് ലിപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണ് എഴുതൽ തുടങ്ങിയത്. എന്നിട്ട് തന്നെ ആ ഒരു സമയത്ത് പോലും കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഒരു വിധം അതിനെ ഒന്ന് എഴുതിയെടുത്തു, ഒരു ലെവലിലാക്കി എടുത്തു. പിന്നെ അവളുടെ അടുത്ത് തന്നെ ഞാൻ ടിഷ്യൂ കൊടുത്തു. കണ്ണിൽ വെള്ളം വരുമ്പോൾ നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ അടുത്തുള്ള കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവളെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഏകദേശം ഒരു ബ്രൈഡിൻ്റെ രൂപത്തിലാക്കി. അപ്പോഴേക്കും കസ്റ്റമേഴ്സ് ഓൾറെഡി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് സമയം അതിലേക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹെയറൊന്നും ശരിക്കും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒന്ന് പിന്നി കൊടുത്തു. ജസ്റ്റ് എൻ്റെ അടുത്തുള്ള ഒരു 2-3 ഡ്രൈ ഫ്ലവർ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. തട്ടോ ഒന്നിട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് അവൾ ആ ഒരു മേക്കപ്പും വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അവസാനത്തെ ലുക്ക്. തട്ടിക്കൂട്ടലാണ്. ഈ ഒരു ലെവലിലാക്കിയെടുത്തു. കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഓൾറെഡി ഉണ്ട കണ്ണാണ്, കുറച്ച് വലുപ്പമുള്ള കണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രസമുണ്ടായിരുന്നു. കണ്ണൊക്കെ എഴുതി അങ്ങോട്ട് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ആഫ്റ്റർ ബിഫോർ ഫോട്ടോസ്. കുറച്ച് എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവളിനെ ഫോട്ടോ എടുത്തത്. കാരണം കസ്റ്റമേഴ്സ് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് അതും കൂടെ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായി. എന്തായാലും ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയാണെന്ന് ആരും പറയില്ല. ആ ഒരു ലെവലിലായി. അവളുടെ ഒരു ആഗ്രഹം തീർത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.